hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബേസിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ എന്താണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ മെത്തേഡ് വഴി നമ്മൾ എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് നമ്മൾ നോക്കി. സോ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും എന്താണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ആൻഡ് സെപ്പറേഷൻ വേരിയബിൾ മെത്തേഡിന്റെ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി നോക്കാം, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു, അത് വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ സിംഗുലർ പോയിന്റ്സിന്റെ സെക്ഷനിലേക്കാണ് നമ്മൾ കാണുന്നത്. സോ എന്താണ് സിംഗുലർ പോയിന്റ്സ് എന്നും എങ്ങനെ നമുക്ക് സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സിംഗുലർ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ നോക്കുന്നത്. സോ നമ്മളത് നോക്കി. സാധാ സിംഗുലർ പോയിന്റും അതേപോലെ തന്നെ x0 ഇൻഫിനിറ്റി ആകുമ്പോഴുള്ള സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡും നമ്മൾ നോക്കി. അതിന്റെ എക്സാമ്പിൾസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. Now we move on to next topic. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് കിടക്കാണ്. നെക്സ്റ്റ് മെത്തേഡാണ് ആക്ച്വലി നമ്മുടെ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ്. സോ ദി മെത്തേഡ് ഈസ് കോൾഡ് ദി പവർ സീരീസ് മെത്തേഡ്. പവർ സീരീസ് മെത്തേഡ്. ഓക്കെ, പവർ സീരീസ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ സീരീസ് മെത്തേഡ് വെച്ചിട്ട് ഇടയ്ക്ക് പ്രോബ്ലംസ് വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ടു സോൾവ് ദി സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് എന്ത്, പവർ സീരീസ് മെത്തേഡ്. ഓക്കെ, പവർ സീരീസ് മെത്തേഡിൽ തന്നെ ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി പവർ സീരീസ് സൊല്യൂഷൻ. ഓർഡിനറി power series solution. Okay, ordinary power series solution. Okay, ordinary power series solution ഉണ്ട്, പിന്നെ ഫ്രോബീനിയസ് മെത്തേഡ് ഉണ്ട്. സോ അത് നമുക്ക് ordinary power series solution നോക്കാം. Okay, so ordinary power series solution നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ, if നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് വിചാരിക്കുക. ഓക്കെ, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജനറൽ ഫോം നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് q of x y is equal to 0. ഓക്കെ, സോ നമുക്ക് ഈ രീതിയിൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, now if x equal to 0, okay, if x0 is equal to 0, x is equal to 0, or if x is equal to 0. Okay, if x is equal to 0, it's an ordinary point. It's an ordinary point. Okay, നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ x is equal to 0 ആണെങ്കിൽ, x is equal to 0 ഒരു ഓർഡിനറി പോയിന്റ് ആണെങ്കിൽ, അപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, നമ്മൾ പവർ സീരീസ് ഓർഡിനറി പവർ സീരീസ് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, x is equal to 0 ഒരു ഓർഡിനറി പോയിന്റ് ആണെങ്കിൽ, ഓർഡിനറി പോയിന്റ് മീൻസ് നമ്മൾ p of x ഉം q of x എന്ത് ചെയ്യുന്നില്ല, ഡൈവേർജ് ചെയ്യുന്നില്ല, അത് ഡൈവേർജ് ചെയ്യാതെ നിൽക്കുകയാണ്. സോ x is equal to 0 അതൊരു ഓർഡിനറി പോയിന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്താ യൂസ് ചെയ്യുക, നമ്മൾ ഓർഡിനറി പവർ സീരീസ് മെത്തേഡ് യൂസ് ചെയ്യുക. ആൻഡ് if x is equal to 0 is a regular singular point ആണ് x is equal to 0 എങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും, നമ്മൾ ഫ്രോബീനിയസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ഓർഡിനറി മെത്തേഡ് എങ്ങനെ നോക്കാം. സോ x is equal to 0 എന്താണ്, ഒരു ഓർഡിനറി പോയിന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ എന്ത് കൊടുക്കും നമ്മൾ, ദെൻ ദി സൊല്യൂഷൻ y is equal to, നമ്മൾ y കണ്ടുപിടിക്കണം, y will be is equal to a0 plus a1x plus a2x square plus etc. ഓക്കെ, പ്ലസ് എക്സെട്ര അപ് ടു ഏത് വരെ പോകും, n വരെ പോകും. ഓക്കെ, ഇത് സമ്മേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ n or m is equal to summation നമുക്ക് m കൊടുക്കാം, m is equal to 0 to infinity, summation m is equal to 0 to infinity am x raised to m. Okay, am x raised to m. Okay, so ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളെ ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുക. ഓക്കെ, നമ്മൾ ഈ പവർ സീരീസ് വെച്ച് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ ആവശ്യം, നമുക്ക് വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. സോ ഇതിനെ എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണില്ല, അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യാം. സോ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് സാധനങ്ങളും നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തിരിച്ചു കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈക്ക് എന്ത് ചെയ്തു, നമ്മൾ സീരീസ് സൊല്യൂഷൻ ആയിട്ട് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് അങ്ങനെ
ഒരു സീരീസ് ഫോം നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തു. അതായത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണോ കണ്ടുപിടിക്കുന്നത്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് മാത്രമല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത് ചെയ്തു, നമ്മൾ തിരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു പവർ ഓഫ് എക്സ്, എക്സിന്റെ പവേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ഇതിപ്പോ എക്സ് സ്ക്വയറിന്റെ പവേഴ്സുള്ള ടേംസിനൊക്കെ ഒരുമിച്ച് എടുക്കുക, എക്സിന്റെ പവറുള്ള ടേംസിനൊക്കെ ഒരുമിച്ച് എടുക്കുക, അങ്ങനെ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ആ കോഎഫിഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ടു സീറോ. അതായത് ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ പവേഴ്സിനൊക്കെ നമ്മൾ ഒരുമിച്ച് എടുക്കും, കോഎഫിഷ്യന്റൊക്കെ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന് ഈക്വൽ ടു സീറോ കൊടുക്കുക. എക്സിന്റെ പവേഴ്സ് എന്താ പറയാ കോഎഫിഷ്യൻസിനൊക്കെ ഒരുമിച്ച് എടുക്കുക, അതിന് ഈക്വൽ ടു സീറോ കൊടുക്കുക. അതിന് എന്ത് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, A0 A1 കിട്ടും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്ക്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും വിചാരിക്കാം. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. സോ ക്വസ്റ്റ്യൻ, സോൾവ് ദി ഇക്വേഷൻ എന്താണ്, d square y by dx square plus x square y equal to 0. Okay, now നമ്മളെ ഓർഡിനറി പവർ സീരീസ് സൊല്യൂഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കണം, x is equal to 0 ഒരു ഓർഡിനറി പോയിന്റ് ആയിരിക്കണം അല്ലെ. x is equal to 0 ഒരു ഓർഡിനറി പോയിന്റ് ആയിരിക്കണം. സോ ഇവിടെ p of x 0 ആണ് അല്ലെ. ഇവിടെ p of x എന്താണ്, 0 ആണ്. q of x എന്താണ്, q of x is equal to x square ആണ്. ഓക്കെ, ഇതിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ, x is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, p of x മാറ്റൊന്നും വരില്ല, p of x 0 തന്നെയാണ്. q of x എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഓക്കെ, സോ അതെന്ത് ചെയ്യില്ല, ഡൈവേർജ് ചെയ്യുന്നില്ല. therefore x is equal to 0 is an ordinary point. Okay, x is equal to 0 is an ordinary point. Okay, ordinary point ആണ്. സോ നമുക്ക് അതിൽ പ്രശ്നമില്ല. അത് അപ്പോൾ മാത്രം നമുക്ക് ഓർഡിനറി പവർ സീരീസ് സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ നമ്മളെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, d square y by dx square plus x square y is equal to 0. Okay, so ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. let this be equation number 1. Okay, അത് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, now നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ എഴുതുക. പവർ സീരീസ് സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്, y is equal to a0 plus a1x plus a2x square plus etc. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളെ സൊല്യൂഷൻ ഉള്ളത്. നമുക്ക് ഈ ഇക്വേഷനിൽ ഏതൊക്കെ ആവശ്യം, ഇക്വേഷൻ നമുക്ക് d സ്ക്വയർ മാത്രം നമുക്ക് ആവശ്യം. സോ നമുക്ക് ആദ്യം dy എടുത്തിട്ട് നമുക്ക് d സ്ക്വയർ എടുക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ dy by dx കണ്ടുപിടിക്കാം. ഓക്കെ, dy by dx പറയുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റന്റ് ആണ്, ഇതൊന്നും ഇല്ല. സെക്കൻഡ് ടേം ഡിഫറൻഷിയേറ്റ് a1x a1x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a1 മാത്രമല്ല, x ഡിഫറൻഷിയേറ്റ് ചെയ്ത് 1 അല്ല കിട്ടുക. സോ a1 പ്ലസ് രണ്ടാമത്തെ ടൈം a2x സ്ക്വയർ a2x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടും അല്ലേ. സോ എന്ത് വരും, 2a2x. ഓക്കെ, ഇതിന് തേർഡ് ടേം പറഞ്ഞു കഴിഞ്ഞാൽ a3x സ്ക്വയർ വരിക, a3x സ്ക്വയർ വരുമ്പോൾ 3 ഇൻറ്റു തേർഡ് ടേം എന്ത് വരിക, a3x സ്ക്വയറിൽ വരിക, a3x സ്ക്വയർ അത്ര മതിയില്ല ആക്ച്വലി, a3x സ്ക്വയർ വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ, a3x സ്ക്വയർ a3x ക്യൂബ് വരും. ഓക്കെ, സോ 3a3x സ്ക്വയർ വരും അല്ലേ നെക്സ്റ്റ് ടേം, അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ 3a3x സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോട്ടെ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം, d സ്ക്വയർ y ബൈ dx സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കോൺസ്റ്റന്റ് ആണ്, സോ അതിനെ ഡിഫറൻഷിയേറ്റ് ഒന്നുമില്ല. സെക്കൻഡ് ടൈമിന് എത്ര റെസ്പെക്ട് x ആണ്, x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ 2a2 പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6x സ്ക്വയർ അല്ലേ. സോ 2x ആയി മാറും. സോ 6a3x വരും അല്ലേ. സോ 6a3x പ്ലസ് എക്സെട്ര, മിനിമം ഒരു 2 ടേമെങ്കിലും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സെട്ര കൊടുക്കുക. ഓക്കെ, now substitute in equation 1. now substitute, let this all be equation 2 ആയിട്ട് നമുക്ക് കൊടുക്കാം മൊത്തം. now substitute equation 2 in equation 1. okay, substitute equation 2 in equation 1. 2 എന്ത് ചെയ്യാം,
സ്പ്ലിറ്റ് ഇക്വേഷൻ വാങ്ങിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പകരം കൊടുക്കുക, ഈ ടേം കൊടുക്കുക. സോ ആ ടേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2a2 പ്ലസ് 6a3x, അതിന്റെ ഒരു 2-3 ടേംസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടും 12a4 x സ്ക്വയർ പ്ലസ് 20a5 x ക്യൂബ്, ആ രീതിയിലാണ് കിട്ടുക. ഓക്കെ, പ്ലസ് എക്സെട്ര, ഓക്കെ പ്ലസ് എക്സെട്ര വരും. ഓക്കെ, സോ പ്ലസ് എക്സെട്ര. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈക്ക് എന്ത് കൊടുക്കുക, അത് കൊടുക്കുക. വൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, now നമുക്ക് ഒരേ പവറുള്ള എക്സുകളെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഒരേ പവറുള്ള എക്സുകൾ കമ്പൈൻ ചെയ്യുക മീൻസ് നമുക്ക് ആദ്യം കോൺസ്റ്റൻസിനെ നോക്കാം. ഇവിടെ എക്സിന് പവർ ഒന്നും ഇല്ല അല്ലെ, എക്സ് റേഷ്യോ 0 ആണ് ഇതിന്റെ ഇത് വരുന്നത്. സോ എക്സ് റേഷ്യോ 0 വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തായാലും എല്ലാത്തിനും പവർ ഉണ്ട്, കാരണം എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് പോകുമ്പോൾ മിനിമം എക്സ് സ്ക്വയർ എങ്കിലും വരും അല്ലെ. സോ പവർ ഇല്ലാത്തത്, അതായത് എക്സിന്റെ കൂടെ എക്സിന്റെ എന്താ പറയാ കോൺസ്റ്റന്റ് നിൽക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ, 2a2 മാത്രമേ ഉള്ളൂ. സോ 2a2 നമ്മൾ ഒറ്റയ്ക്ക് എഴുതി, 2a2 നമ്മൾ ഒറ്റയ്ക്ക് എഴുതി, പ്ലസ് ഇനി നമുക്ക് എടുക്കാം എക്സ് പവർ ഉള്ളത്. ഓക്കെ, എക്സ് പവർ ഉള്ളത് ആരൊക്കെയുണ്ട്, ഇവിടെ 6a3 ഉണ്ട്, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, കാരണം എക്സ് സ്ക്വയറിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം എക്സ് സ്ക്വയർ വരും, പിന്നെ ഇവിടെ എക്സ് ക്യൂബ് എക്സ് റേഷ്യോ 4 അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ എക്സ് പവർ ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ, 6a3 മാത്രമേ. സോ 6a3x പ്ലസ് നമുക്ക് എക്സ് സ്ക്വയർ പവർ നോക്കാം. എക്സ് സ്ക്വയർ പവർ ഉള്ളത് ആരൊക്കെ ഉണ്ടായിരിക്കും, സ്ക്വയർ പവർ ഉള്ളത് ഇവിടെ 12a4 ഇവിടെ ഉണ്ട്. ഇതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ വരും അല്ലേ. സോ ഇവിടെ 12a4 ഉണ്ടാവും എക്സ് സ്ക്വയർ ഉള്ളത്, ഇവിടെ a0 ഉണ്ടാവും എക്സ് സ്ക്വയർ ഉള്ളത്. സോ 12a4 പ്ലസ് a0. ഓക്കെ, അത് നമുക്ക് എന്ത് വരും, നമുക്ക് എക്സ് സ്ക്വയർ കൊടുക്കാം. എക്സ് ക്യൂബ് ഉള്ളതായിരിക്കും വരും, എക്സ് ക്യൂബ് ഉള്ളത് ഇവിടെ 20a5 ഉണ്ട്. ഓക്കെ, 20a5 ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയറിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ക്യൂബ് വരില്ലേ. സോ ഇവിടെ a1 വരും. സോ 20a5 അല്ലെ, 20a5 ഉണ്ട്, പിന്നെ ഇവിടെ a1 ഉണ്ട് അല്ലെ, പ്ലസ് a1. ഓക്കെ, സോ ദിസ് വിൽ ബി ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. എല്ലാം കഴിഞ്ഞാൽ ശരിയാവില്ല, ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. ഓക്കെ, നൗ ഇക്വേറ്റ് ഈച്ച് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ടു 0. ഓരോ പവറിനും എന്ത് ചെയ്യാം, നമുക്ക് 0 കൊടുക്കാം. സോ ഇവിടെ എക്സ് റേസ് 0 ആണ്. സോ നമുക്ക് 2a2 നമുക്ക് എന്ത് കൊടുക്കാം, 2a2 ഈക്വൽ ടു 0 കൊടുക്കാം. ഓർ നമുക്ക് എന്ത് കിട്ടി, ഒരു കോഎഫിഷ്യന്റ് a2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സിന് എക്സ് റേസ് 1ന്റെ പവറിനായിട്ടുള്ള ഇതിന് നമുക്ക് 0 കൊടുക്കാം. സോ നമുക്ക് 6a3 is equal to 0 കിട്ടും, അപ്പോൾ a3 is equal to 0 കിട്ടും അല്ലെ. അത് 0 ആണെങ്കിൽ എന്തായാലും 2 0 ആവില്ലല്ലോ. സോ a2 0 ആണ്, ഇവിടെ a3 0 ആണ്. സോ a2 a3 നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 0 ആണ് കിട്ടി. ഓക്കെ, നൗ നെക്സ്റ്റ് ഇത് ഇട്ട് കൊടുക്കാം, ഇത് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. സോ കിട്ടും 12a4 പ്ലസ് a0 is equal to 0. ഓക്കെ, സോ നമുക്ക് കിട്ടും 12a4 is equal to minus a0 or a4 is equal to minus a0 divided by 12 കിട്ടും, minus a0 divided by 12 കിട്ടും. ഓക്കെ, നൗ 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 12ന് വേണമെങ്കിൽ മൈനസ് a0 divided by 3 into 4 ആയിട്ട് എഴുതാം അല്ലെ, 3 into 4 ആയിട്ട് എഴുതാം. ഓക്കെ, സോ അതോടെ എടുക്കട്ടെ, a4 അവിടെ കിട്ടി. നൗ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത് ഈക്വൽ ടു 0 കൊടുക്കാം. ഇത് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 20a5 പ്ലസ് a1 is equal to 0 കിട്ടും. ഓർ 20a5 is equal to minus a1 and a5 is equal to minus a1 divided by 20 കിട്ടും. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം, നമുക്ക് minus a1 divided by 4 into 5 ആയിട്ട് എഴുതാം നമുക്ക്. ഓക്കെ, 4 into 5 ആയിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോഎഫിഷ്യന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും.
ആ കോഎഫിഷ്യന്റ് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ജനറലൈസ് ചെയ്തിട്ട് an+2 will be is equal to an+2 is equal to minus an-2 divided by n+1 into n+2. ഓക്കെ, n+1 into n+2. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിൽ നമുക്ക് ഇവിടെ ഏത് മുതൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ? നമുക്കിവിടെ A3 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, A4 മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? A4 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്മുടെ 2 ആയിരിക്കും. സോ n is equal to 2, 3, 4 എക്സെട്ര അല്ലേ? ഇവിടെ 2 വരുമ്പോൾ A4 വരും. സോ A4 വരുമ്പോൾ ഇവിടെ 2 minus 2 0. സോ minus A0 by 2 plus 1 3 4 അല്ലേ? അത് നമുക്ക് കൊടുക്കും. ഓക്കെ, സോ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഏറ്റവും ബാക്കിയുള്ള എല്ലാ കോഎഫിഷ്യൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ A4ഉം A5ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. A6ഉം 7ഉം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് A4ഉം 5ഉം അല്ല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 4ഉം 5ഉം കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് 6 കാൽക്കുലേറ്റ് ചെയ്യാം, 7 കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ കോഎഫിഷ്യൻസും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് വെക്കാം? ഇതിൽ n is equal to 5 ഇട്ട് കൊടുക്കാം. ഓക്കെ, n is equal to 5 ഇട്ട് കൊടുക്കാം. ഓക്കെ, n is equal to 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ A7 കിട്ടില്ലേ? A7 is equal to minus A5 minus A5 minus A5 അല്ലോ. 5 ഇട്ട് കൊടുത്താൽ A3 വരില്ലേ? സോറി A3 divided by 5 plus 1 6 5 plus 2 7. ഓക്കെ, now A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേ? A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സോ A7 എന്ത് വരും? 0 വരും. ഓക്കെ, A7 എന്ത് വരും? 0 വരും. ഓക്കെ, now n is equal to 6 ഇട്ട് കൊടുക്കാം. n is equal to 6 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ A8 വരും. A8 is equal to minus A4 divided by 6 plus 1 7 6 plus 2 8 minus A4 by 8 വരും. ഓക്കെ, is equal to A4 പറഞ്ഞു കഴിഞ്ഞാൽ minus A0 by 3 into 4 ആണ്. സോ minus A0 divided by 3 into 4 into 7 into 8 വരും. ഓക്കെ, minus A0 divided by 3 into 4 into 7 into 8 വരും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ കോഎഫിഷ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നൗ ഇക്വേറ്റിംഗ് ദിസ് ബാക്ക് ഇൻ ടു നമ്മളെ ഇക്വേഷൻ എന്ത് ചെയ്യുക? നമ്മളെ പവർ സീരീസ് സൊല്യൂഷൻ എന്തായിരുന്നു? y is equal to A0 plus A1x ഇല്ലേ? സോ ഈ സാധനത്തേക്ക് എന്ത് ചെയ്യുക? തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ therefore y is equal to നമ്മുടെ ഇക്വേഷൻ A0 plus A1x plus A2x square plus A3 x cube plus എക്സെട്ര ആണ് എന്ത് നമ്മളെ സൊല്യൂഷൻ വരുന്നത്. സോ A0 A1 നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. സോ A0യും A1 അതേപോലെ തന്നെ എഴുതി. നൗ A2 0 ആണ്, A3 0 ആണ്. പിന്നെ നമുക്കുള്ളത് എന്താണ്? A4 ആണ് അല്ലേ? A4 പറഞ്ഞു കഴിഞ്ഞാല് മൈനസ് A0 ഡിവൈഡഡ് ബൈ 12 ആയിരുന്നു. 3 into 4 12 ആയിരുന്നു. നൗ A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A5 എന്തായിരുന്നു? A1 അല്ലേ? മൈനസ് A1 by 20 ആണല്ലേ? സോ മൈനസ് A1 by 20 വരും. മൈനസ് A1 by 20 വരും. മൈനസ് A1 A0 മൈനസ് A1 by 20. സോ ഇതിലൂടെ പവർ ഉണ്ടല്ലോ. ഇത് A0 അല്ലേ? സോ ഇവിടെ x raised to 4 വരില്ലേ? ഇവിടെ x raised to 4 വരും. ഇവിടെ x raised to 5 വരും. ഓക്കെ, നൗ പ്ലസ് എക്സെട്ര. ഓക്കെ, ബാക്കിയുള്ള ടേംസ് എന്ത് വരും? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ടേംസുകൾ ഇതേപോലെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്ലബ് ചെയ്തിട്ട് എഴുതാം. സോ ഇവിടെ A0 ടേം ഇല്ലേ? സോ A0നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് x raised to 4 divided by 12 പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ A1 ഉണ്ട്, ഇവിടെ A1 ഉണ്ട്. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ A1 into x minus x raised to 5 divided by 20 plus etc. അങ്ങനെയും പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി സീരീസ് സൊല്യൂഷൻ ഓഫ് അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എന്താണ് നമുക്ക് കിട്ടിയത്? ഒരു സീരീസ് സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ കാണുക.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന പവർ സീരീസ് സൊല്യൂഷൻ, നമുക്കൊരു സീരീസ് ഫോമിലുള്ള സൊല്യൂഷൻ ആണ് എന്ത് ചെയ്യണത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആ സീരീസിനെ ചിലപ്പോൾ നമ്മൾ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ചിലപ്പോൾ സൈനിന്റെ ഫോമിലോ കോസിന്റെ ഫോമിലൊക്കെ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ രീതിയിലേ കിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്കൊരു സീരീസ് ഫോമിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫ്രോബീനിയസ് മെത്തേഡ് സോൾവ് ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ ഓർഡിനറി സീരീസ് മെത്തേഡ് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സീരീസ് ഫോമിലാണ് നമുക്ക് കിട്ടുക വൈ കിട്ടുക. ഓക്കെ, മുന്നൊക്കെ നമുക്ക് y ഈസ് ഈക്വൽ ടു കൊണ്ട് പെർട്ടിക്കുലർ വാല്യൂ ആണ് നമുക്ക് അത് കിട്ടിയത്, നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സീരീസ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി പവർ സീരീസ് മെത്തേഡ്, ഓർഡിനറി പവർ സീരീസ് മെത്തേഡ് ആണ് കിട്ടിയത്. സോ വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് y ഈസ് ഈക്വൽ ടു ആ ഫോം a0 പ്ലസ് a1 x പ്ലസ് a2 x സ്ക്വയർ പ്ലസ് a3 x ക്യൂബ് ആ ഫോമിൽ എന്ത് ചെയ്യുക സൊല്യൂഷൻ ഉണ്ട് നമ്മൾ വിചാരിക്കുക. എന്ത് ചെയ്യുക, അതിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന്റെ സെയിം പവേഴ്സ് വരുന്ന കോഎഫിഷ്യൻസിനെ ക്ലബ് ചെയ്യുക, എന്ത് ചെയ്യുക അത് ഈക്വൽ ടു 0 കൊടുക്കുക, അങ്ങനെ എന്ത് ചെയ്യുക അതിനെ സോൾവ് ചെയ്തിട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതിനുള്ളൂ എന്ത് ഓർഡിനറി പവർ സീരീസ് മെത്തേഡ്. ഓക്കെ, സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെത്തേഡ് നമുക്ക് പോസിബിൾ ആണെങ്കിൽ ഈ ഓർഡിനറി പവർ സീരീസ് മെത്തേഡ് നമ്മൾ എപ്പോഴാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായിരുന്നു യൂസ് ചെയ്തിരുന്നത്, x ഈസ് ഈക്വൽ ടു 0 നമ്മൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ x ഈസ് ഈക്വൽ ടു 0 ഒരു ഓർഡിനറി പോയിന്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, നമ്മൾ ഓർഡിനറി പവർ സീരീസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഓർഡിനറി പവർ സീരീസ് മെത്തേഡ് യൂസ് ചെയ്യുക. Now x ഈസ് ഈക്വൽ ടു 0 ഓർഡിനറി പോയിന്റ് അല്ല വിചാരിക്കുക. ഓക്കെ, x ഈസ് ഈക്വൽ ടു 0 എന്തല്ല ഒരു ഓർഡിനറി പോയിന്റ് അല്ല, x ഈസ് ഈക്വൽ ടു 0 ഒരു എന്താ പറയാ ഒരു സിംഗുലർ പോയിന്റ് ആണ് വിചാരിക്കുക, ഒരു ഓർഡിനറി സിംഗുലർ പോയിന്റ് ആണ് വിചാരിക്കുക. ദാറ്റ് ഈസ് സെക്കൻഡ് മെത്തേഡ് ഈസ് ഫ്രോബീനിയസ് മെത്തേഡ്. ഫ്രോബീനിയസ് മെത്തേഡ്. ഓക്കെ, സോ ഫ്രോബീനിയസ് മെത്തേഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ if x is equal to 0 is an ordinary is a regular singular point. Ordinary is a regular singular point. Is a regular singular point. Is a regular singular point. Regular singular point ആണെങ്കിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, നമ്മൾ ഫ്രോബീനിയസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഫ്രോബീനിയസ് മെത്തേഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓർഡിനറി സീരീസ് മെത്തേഡിന് വളരെ സിമിലർ ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഓൺലി ഡിഫറൻസ് ഈസ്, എന്താ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു, വൈയുടെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ y is equal to a0 plus a1 x plus ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കുക y is equal to x raised to k, ഒരു x raised to k വരും, പിന്നെ again same a0 plus a1 x plus a2 x square plus etc. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുക നമ്മുടെ സൊല്യൂഷൻ വരിക. Now again നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഈ സാധനത്തിനെ y-നെ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, എന്ത് ചെയ്യുക തിരിച്ച് നമ്മളെ ഏതാണോ നമ്മൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിലേക്ക് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഈസ് സോൾവ് ദി ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ. സോൾവ് ദി ലീനിയർ harmonic oscillator using Frobenius method. Okay, Frobenius method വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ സിമ്പിൾ ആണ് ആക്ച്വലി. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ linear harmonic oscillator solution equation പറഞ്ഞാൽ d square y by dx square plus omega square y is equal to 0. Okay, omega square y is equal to 0. Okay, so ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഫ്രോബീനിയസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഓക്കെ, സോ സംഗതി സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു, y is equal to x raised to k a0 plus a1 x plus a2 x square plus etc. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, സോ x raised to k എന്തായാലും എല്ലാത്തിൻ്റെ കൂടെ വരും അല്ലേ. സോ x raised to k നെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം a0 into x raised to k plus a1 x raised to k plus 1
plus a2 x raised to k plus 2 plus എക്സെട്ര അങ്ങനെ ആയിട്ട് പോകൂലെ. സോ നമുക്ക് സമ്മേഷൻ ഫോമിൽ എങ്ങനെ എഴുതാം? സമ്മേഷൻ ജെ കൊടുക്കണം നമുക്ക്. സമ്മേഷൻ ജെ ഇസ് ഈക്വൽ ടു 0 to infinity എ ജെ അല്ലെ, ഈ 0 വന്നു, എക്സ് റേസ് ടു കെ എന്തായാലും വരുന്നുണ്ട്, കെ പ്ലസ് ജെ കെ പ്ലസ് ജെ കൊടുക്കാം നമുക്ക് അല്ലെ, എക്സ് റേസ് ടു കെ പ്ലസ് ജെ കൊടുക്കാം നമുക്ക്. ഓക്കെ ആണല്ലോ. സോ എക്സ് റേസ് ടു കെ പ്ലസ് ജെ. ഓക്കെ, ഓർ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എസ് ആണെന്ന് തോന്നുന്നു കൊടുത്തുള്ളത്. സോ നമുക്ക് അല്ലെങ്കിൽ എസ് കൊണ്ട് കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ എസ് ആണ് കൊടുത്തുള്ളത് ആർക്കിന മെമ്പറിൽ. സോ നമുക്ക് എസ് കൊണ്ട് കൊടുക്കാം. ഓക്കെ, എസ് പ്ലസ് ജെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നൗ നമുക്കിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്കിവിടെ ഇക്വേഷനിൽ കൊടുക്കാനുള്ളത്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എന്ത് ചെയ്യണത്, നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. സോ ആദ്യം നമുക്ക് dy by dx എടുക്കാം. സോ dy by dx. ഓക്കെ, സോ dy by dx എടുക്കുമ്പോൾ വരും, ഇതിന് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ സമ്മേഷൻ j is equal to 0 to infinity aj കോൺസ്റ്റന്റ് ആണ്, എക്സ് റേസ് എസ് പ്ലസ് ജെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് പ്ലസ് ജെ വരും ഇൻറ്റു എക്സ് റേസ് ടു എസ് പ്ലസ് ജെ മൈനസ് 1 അല്ലേ. എക്സ് റേസ് ടു എന്നിനെ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 ആണല്ലോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നൗ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? സോ summation j is equal to 0 to infinity aj s plus j constant ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ s plus j minus 1 into x raised to s plus j minus 2 വരും. ഓക്കെ, s plus j minus 2 വരും. ഓക്കെ, നൗ നമുക്ക് ഇതൊക്കെ കൂടി എന്ത് ചെയ്യാം, ലെറ്റ് ദിസ് ഹോൾ ബി, ഈ മൊത്തം സാധനങ്ങൾ എന്താണ് വിചാരിക്കുക, ഇക്വേഷൻ 2 ആണെന്ന് വിചാരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. substitute equation 2 in equation 1. 2 എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ 1ലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. സോ നമുക്ക് തരും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 0 to infinity, summation j is equal to 0 to infinity aj s plus j minus 1 x raised to s plus j minus 2 x raised to s plus j minus 2 plus omega square y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ summation j is equal to 0 to infinity x raised to s plus j is equal to 0. x raised to s plus j is equal to 0. Okay, so ഇതാണ് നമ്മൾ വരുന്ന ഇക്വേഷൻ. Let this be equation number 3. That is equation number 3. Okay, now നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ നമ്മുടെ ഓർഡിനറി പവർ സീരീസ് മെത്തേഡിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തത് നമ്മൾ ഒരേ പവർ ഓഫ് എക്സിനൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ ലോവസ്റ്റ് പവർ ഓഫ് എക്സ്, ഓക്കെ, ലോവസ്റ്റ് പവർ ഓഫ് എക്സിന്റെ കോഎഫിഷ്യൻസിന് എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ലോവസ്റ്റ് പവർ ഓഫ് എക്സിനെ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേറ്റ് ടു 0 കൊടുക്കുക. ഓക്കെ, ലോവസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, now put j is equal to 0. equation 3 എന്ത് ചെയ്യുക, j is equal to 0 കൊടുക്കുക. j is equal to 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പവർ എന്തായിട്ട് മാറും, x raised to s minus 2 ആയിട്ട് മാറും അല്ലെ, x raised to s minus 2 ആയിട്ട് മാറും. ഇവിടെ എന്ത് വരും, j is equal to 0 x raised to s ആയിട്ട് വരും. സോ അതിലെ ലോവസ്റ്റ് പവർ എന്താണ്, x raised to s minus 2 ആണ്. സോ ഈ സാധനമാണ് എന്ത് വരിക, ലോവസ്റ്റ് പവർ വരിക. ഓക്കെ, സോ j is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ലോവസ്റ്റ് പവർ എന്ത് വരും, x raised to s minus 2 വരും. സോ x raised to s minus 2ന്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേറ്റ് ടു 0 കൊടുക്കുക. ഓക്കെ, സോ j is equal to 0 കൊടുത്തിട്ട് അപ്പോൾ എന്ത് തോന്നുന്നു, ലോവസ്റ്റ് പവർ x raised to s minus 2 ആണ് വന്നത്. ഇവിടെ x raised to s ആണ്. സോ ആ ടേമിനെ നോക്കണ്ട, ലോവസ്റ്റ് പവർ വരുന്നത് ഇവിടെയാണ്, x raised to s minus 2. സോ അതിന്റെ കോഎഫിഷ്യന്റ് പറയുമ്പോൾ ഈ ടേംസ് ആണ് വരിക. ആ ടേംസിനെ ഇക്വേറ്റ് ടു 0. സോ j ക്ക് പകരം 0 കൊടുക്കുക. സോ a0 into s plus j. സോ s plus 0 വരും, അത് s തന്നെ വരും. ഇവിടെ s plus 0 minus 1. സോ അത് വരും s minus 1 വരും and equate to 0. And equate to 0. Now let this be equation number 4 ആയിട്ട് നമുക്ക് കൊടുക്കാം. Now equation 4നെ നമ്മൾ വിളിക്കുന്ന പേരാണ്, equation 4 is known as indicial equation.
is known as initial equation. അതിന് നമ്മൾ വിളിക്കുക initial equation. Initial equation പറഞ്ഞു കഴിഞ്ഞാൽ initial equation is the equation that arises from the coefficient of lowest power of x. Okay, lowest power of x ന്റെ coefficients നിന്ന് arise ചെയ്യുന്ന equation ആണ് എന്ത് നമ്മൾ initial equation എന്ന് പറയുന്നത്. Okay, ഈ initial equation solve ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് s ന്റെ വാല്യൂ കിട്ടും അല്ലെ. s ന്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ s is equal to 0 ആണെങ്കിൽ a0 എന്തായാലും 0 ഇല്ല, കാരണം a0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിങ് കോഎഫിഷ്യന്റ് ആണ്. a0 0 ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 ആയിട്ട് പോകും. സോ a0 എന്തായാലും 0 ഇല്ല. നൗ ഈ ഇക്വേഷൻ 0 ആണെങ്കിൽ എന്തായിരിക്കണം, ഒന്നെങ്കിൽ s is equal to 0, ഒന്നെങ്കിൽ s is equal to 0 അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇവിടെ 1 minus 1 വരും അല്ലേ, അല്ലെങ്കിൽ s is equal to 1 ആയിരിക്കണം. ഓക്കെ, let this be 4a കൊടുക്കാം നമുക്ക്, and let this be 4b. Okay, let this be 4b. Okay, so initial equation ഉണ്ടാവുന്നത് lowest power of x, x ന്റെ lowest power എന്നാണ് എന്തുണ്ടാവുന്നത്, initial equation ഉണ്ടാവുന്നത്. initial equation solve ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, s ന്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ s ന്റെ വാല്യൂ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, now second lowest power നോക്കാം. Okay, now we move on to second lowest power. Second lowest power പറയുമ്പോൾ j is equal to 1 ഇട്ട് കൊടുക്കാം. Okay, j is equal to 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ s plus j minus 1 j minus 2 വരും. സോ 1 minus 2 minus 1 വരും. സോ x raised to s minus 1 വരും. ഇവിടെ എന്ത് വരും, s plus 1 വരിക. സോ ലോവസ്റ്റ് പവർ വരുന്നത് അഗൈൻ ഈ സൈഡിലാണ് വരുന്നത്. സോ ഇവിടെ x raised to s minus 1 ആണ് ലോവസ്റ്റ് പവർ വരിക. x raised to s minus 1 ആണ് വരിക, നെക്സ്റ്റ് ലോവസ്റ്റ് പവർ വരിക. സോ അതിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. സോ j നമ്മൾ 1 ആ കൊടുത്തത്, ഇവിടെ എന്ത് വരും, a1 വരും. സോ a1 into ഇവിടെ s plus 1 അല്ലേ. സോ s plus 1 into s plus 1 minus 1 വരുമ്പോൾ s വരും, is equal to 0 വരും. Okay, is equal to 0 വരും. Okay, now ഈ equation 0. so now when s is equal to 1, when s is equal to 1 ആവുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, a1 will be equal to 0 ആയിരിക്കും അല്ലേ. s is equal to 1 ആണെങ്കിൽ എന്തായാലും ഇവിടെ 1 plus 1 2 വരും, ഇവിടെ 1 വരും. സോ equation 0 ആണെങ്കിൽ ആകെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടാവുള്ളൂ, a1 0 ആണ് അല്ലേ. സോ a1 should be 0 ആയിരിക്കും. സോ this is 4c8 മാറാം. ഓക്കെ, നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് 4c8 കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ കോഎഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നൗ നമുക്ക് അതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ a0 a1 a2 എന്ന് പറയുന്ന ഓരോ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെറ്റർ എന്താണ്, നമുക്കൊരു റെക്കറൻസ് റിലേഷൻ ഉണ്ടാക്കാണ് ബെറ്റർ. നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷനിൽ കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ട് കോഎഫിഷ്യന്റ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു റെക്കറൻസ് റിലേഷൻ എടുക്കാം. സോ ഫ്രം ഇക്വേഷൻ 3, ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഫ്രം ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്യാണ്, we are equating the coefficients of x raised to j, x raised to s plus j, x raised to s plus j യുടെ coefficients നെ equate ചെയ്യുക. Okay, x raised to s plus j യുടെ coefficients നെ എന്ത് ചെയ്യുക, equate ചെയ്യുക. സോ ഇവിടെ x raised to s plus j കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം, j ക്ക് j plus 2 കൊടുക്കേണ്ടി വരും അല്ലേ, കാരണം ഈ -2 ഒഴിവാക്കണമല്ലോ. -2 ഒഴിവാക്കണമെങ്കിൽ j ക്ക് എന്ത് കൊടുക്കേണ്ടി വരും, നമ്മൾ j plus 2 കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഈ ടേമിൽ j ക്ക് എന്ത് ചെയ്യാം, j plus 2 കൊണ്ട് കൊടുക്കുക. സോ ഈ ടേമിൽ j is equal to j plus 2 കൊടുക്കുക. ഇവിടെ പിന്നെ ഓൾറെഡി x raised to s plus j ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ടേമിൽ എന്ത് ചെയ്താൽ മതി, j is equal to j plus 2 കൊടുത്താൽ മതി. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, നമ്മുടെ ഇക്വേഷൻ summation a j plus 2 അല്ലെ, a j plus 2 into s plus j plus 2 into s plus j square j plus 2 കൊടുത്തു -1, പിന്നെ x raised to s plus j plus omega square into summation x raised to s plus j aj ഉണ്ടല്ലേ, ഇവിടെ ഒരു aj omega square, ഇവിടെ ഒരു aj ഉണ്ടല്ലോ അല്ലേ, aj x raised to ഇവിടെ ഒരു aj ഉണ്ട്. aj x raised to s plus j is equal to 0 കൊടുക്കാം. ഓക്കെ, now നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കോഎഫിഷ്യന്റ്സിനെ ഇക്വേറ്റ് ചെയ്യാം. കോഎഫിഷ്യന്റ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x raised to s plus j യുടെ കോഎഫിഷ്യന്റ്സ്, സോ ഇവിടെ ഈ ടേം വരും, ഇവിടെ എന്ത് വരും, ഈ ടേം വരും. സോ നമ്മൾ സമ്മേഷൻ ഒഴിവാക്കുകയാണ്. സോ ബാക്കി എന്ത് കിട്ടും, a j plus 2 into s plus j plus 2 into ഇവിടെ s plus j plus 2 minus 1, so s plus j plus 1 വരും അല്ലേ, s plus j plus 1 വരും. ഓക്കെ, പ്ലസ്
ഒമേഗ സ്ക്വയർ എ ജെ. ഒമേഗ സ്ക്വയർ എ ജെ ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, നമുക്ക് എ ജെനെയും എ ജെ പ്ലസ് ടുവിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലെ. സോ എ ജെ പ്ലസ് ടു വിൽ ബി ഇസ് ഈക്വൽ ടു, എല്ലാത്തിനും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എ ജെ ഡിവൈഡഡ് ബൈ, ഇതിനൊക്കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡ് ആയിട്ട് മാറും. സോ എസ് പ്ലസ് ജെ പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് ജെ പ്ലസ് 2. ഓക്കെ, this be equation number 5 കൊടുക്കാം നമുക്ക്. Equation 5 കൊടുക്കാം നമുക്ക്. Okay, so equation 5 is this is the recurrence relation. Okay, so this is the recurrence relation. ഇതാണ് എന്ത് നമ്മളെ റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എ ജെനെയും എ ജെ പ്ലസ് ടുവിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത് നമ്മളെ റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ ഇതാണ് നമ്മൾ എന്ത് വരുന്നത് നമ്മളെ റെക്കറൻസ് റിലേഷൻ വരുന്നത്. നൗ നമുക്ക് രണ്ട് സൊല്യൂഷൻ ആണല്ലേ, എസ് ഇസ് ഈക്വൽ ടു 0 ഉണ്ട്, അതേപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട്. അങ്ങനെ രണ്ട് സൊല്യൂഷൻ ആണ് എസിനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് എസ് ഇസ് ഈക്വൽ ടു 0 കേസ് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു 0 വരുന്ന കേസ് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെക്കറൻസ് റിലേഷൻ എങ്ങനെ മാറും? എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ റെക്കറൻസ് റിലേഷൻ എ ജെ പ്ലസ് 2 വിൽ ബി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ ജെ ഡിവൈഡഡ് ബൈ, എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജെ പ്ലസ് 1 വരില്ലേ. സോ ജെ പ്ലസ് 1 ഇൻറ്റു ജെ പ്ലസ് 2 വരും. ഓക്കെ, എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ജെ പ്ലസ് 1 ഇൻറ്റു എന്ത് കിട്ടും? ജെ പ്ലസ് 2 കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. ഓരോ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ മിനിമം ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതാണ്? A2 ആണല്ലേ, കാരണം A1 എന്തായാലും 0 ആണല്ലോ. സോ ജെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. ജെ ഇസ് ഈക്വൽ ടു 0 കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ A2 കിട്ടും നമുക്ക്. A2 ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ A0 ഡിവൈഡഡ് ബൈ ജെ പ്ലസ് 1. ജെ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 കിട്ടും അല്ലേ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ A0 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 നമുക്ക് കൊടുക്കാം 2 ഫാക്ടോറിയൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നൗ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. ഓക്കെ, ജെ ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A3 കിട്ടും അല്ലേ. A3 കിട്ടും. A3 will be equal to minus omega square A1 divided by J plus 1. J plus 1 പറയുമ്പോൾ 1 plus 1. 2 into 3 കിട്ടും. ഓക്കെ, ബട്ട് A1 എന്താണ്? 0 നമ്മൾ മുന്നേ തെളിയിച്ചിട്ടുണ്ട് അല്ലേ. A1 is equal to 0 ആണ്. ഓക്കെ, A1 is equal to എന്തായാലും 0 ആണ് വരുന്നത്. സോ A1 0 വരുമ്പോൾ A3 എന്ത് വരും? 0 വരും. ഓക്കെ, A3 എന്ത് വരും? 0 വരും. ഓക്കെ, സിമിലർലി A3 0 ആണെങ്കിൽ എന്തായാലും A5 0 ആയിരിക്കും. സോ A5, A7, A9 അങ്ങനെ ഓഡ് കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കും? ഓഡ് കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ ഈവൻ കോഎഫിഷ്യൻസ് മാത്രം മതി നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. സോ A2 കിട്ടി, പിന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാം. A4 കണ്ടുപിടിക്കാം. A4 കണ്ടുപിടിക്കണമെങ്കിൽ J is equal to 0 ഇട്ട് കൊടുക്കുക. സോ A4 is equal to A is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ, J is equal to കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് omega square J equal to 2 to കൊടുത്തു. 2 plus 1. 2 plus 1 is 3 and 2 plus 2 is 4. Okay, കിട്ടി നമുക്ക്. So it will be equal to minus omega square A2 എന്താണ്? A2 minus omega square A0 ആണ്. So A2 പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So minus omega square divided by 3 into 4 into A2 ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So minus omega square A0 divided by 2 factorial, that is 2 into 1. Okay, so minus എന്തായിട്ട് പോയി? പ്ലസ് ആയിട്ട് പോയി. സോ ഒമേഗ റേസ് ടു 4 into A0 divided by ഇവിടെ എന്ത് വരും? 2 factorial 3 into 4 ആണ്, that is 4 factorial. വരും. ഓക്കെ, സോ ഒമേഗ റേസ് ടു 4 A0 divided by നമുക്ക് കിട്ടും 4 factorial കിട്ടും. നൗ പുട്ട് J is equal to 4. 3 കൊടുത്തിട്ട് കാര്യമില്ല, A5 എന്നാണ് 0 ആണ്. സോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A6 കിട്ടും. A6 നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും മൈനസ് ഒമേഗ റേസ് ടു 6 A0 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ കിട്ടും. ഓക്കെ, ആൻഡ് സോ ഓൺ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, ജനറലൈസ് ചെയ്ത് നമുക്ക് എഴുതി വെക്കാം. ജനറലൈസ് നമുക്ക് എഴുതാം. ഈവൻ കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ. സോ A2n കൊടുക്കാം നമുക്ക്. A2n is equal to minus 1 raised to n
മൈനസ് വൺ റേസ് ടു എൻ, കാരണം പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. സോ മൈനസ് വൺ റേസ് ടു എൻ ഒമേഗ റേസ് ടു എൻ, ഒമേഗ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2n ഫാക്ടോറിയൽ. ഓക്കെ, സോ ഈ രീതിയിൽ കിട്ടും നമുക്ക്. ഓക്കെ, സോ എന്നിന് നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഞാൻ 1 കൊടുത്ത് a2 കിട്ടും. a2 is equal to മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n ഫാക്ടോറിയൽ കിട്ടും. ഓക്കെ, മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? 2n ഫാക്ടോറിയൽ നമുക്ക് കിട്ടും. ഓക്കെ, എന്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ? ഇൻ്റെ ഒരു a0 ഉണ്ടല്ലോ, ഇൻ്റെ ഒരു a0 വരും. ഓക്കെ, നൗ വി സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇത് എടുത്തിട്ട് നമ്മളെ സീരീസ് സൊല്യൂഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സീരീസ് സൊല്യൂഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മളെ സൊല്യൂഷൻ വരുന്നത് എങ്ങനെയായിരുന്നു? സൊല്യൂഷൻ y is equal to x raised to s plus അല്ലേ? എന്ത് ചെയ്യും? നമ്മൾ സൊല്യൂഷൻ എങ്ങനെ എഴുതിയായിരുന്നു? നമ്മൾ എസും കെ കൂടി കൺഫ്യൂഷൻ ആയി. ഓക്കെ, എക്സ് റേസ് ടു ഇതാണ് നമ്മളെ സൊല്യൂഷൻ വരുന്നത് അല്ലേ? എക്സ് റേസ് ടു എസ് പ്ലസ് ജെ ആണ് വരുന്നത്. എക്സ് റേസ് ടു എസ് പ്ലസ് ജെ ആണ് നമ്മളെ സൊല്യൂഷൻ വരുന്നത്. സോ നമ്മുടെ സൊല്യൂഷൻ വരുന്നത് എങ്ങനെയായിരുന്നു? a0 എക്സ് റേസ് ടു എസ് അല്ലേ, പ്ലസ് a1 എക്സ് റേസ് ടു എസ് പ്ലസ് ജെ, a1 എക്സ് റേസ് ടു എസ് പ്ലസ് ജെ, ജെ പറയുമ്പോൾ സെക്കൻഡ് ടേം 1 ആണല്ലോ വരിക. സോ എക്സ് റേസ് ടു എസ് പ്ലസ് a2 ഇൻറ്റു എക്സ് റേസ് ടു എസ് പ്ലസ് 2, a3 ഇൻറ്റു എക്സ് റേസ് ടു എസ് പ്ലസ്. ഈ രീതിയിൽ നമ്മുടെ സൊല്യൂഷൻ വന്നത് എസ് പ്ലസ് 1 അല്ലേ, എസ് പ്ലസ് 1 എസ് പ്ലസ് 2 അങ്ങനെ പോയത്. ഓക്കെ, എക്സ് റേസ് ടു എസ് പ്ലസ് 1 എക്സ് റേസ് ടു എസ് പ്ലസ് 2 ആ രീതിയിൽ പോയത്. ഓക്കെ, സോ അത് നമ്മൾ കൊടുത്തു. പിന്നെ നമ്മളെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0 ആണ് കൊടുത്തത്. ആ സൊല്യൂഷൻ നമ്മൾ നോക്കിയത്. സോ a0 എക്സ് റേസ് 0 1 വരും, പ്ലസ് a1 നമ്മൾ a1 a2 നോക്കേണ്ട കാര്യം, a1 a3 നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് 0 ആയിട്ട് പോയല്ലോ. സോ a0 പ്ലസ് a2 വരുടെ, പിന്നെ a2 എക്സ് റേസ് ടു എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ, a3 0 ആണ്. സോ a4 എക്സ് റേസ് ടു 4 പ്ലസ് a6 എക്സ് റേസ് ടു 6 പ്ലസ് എക്സെട്ര. ഈ രീതിയിലാണ് നമ്മൾ സൊല്യൂഷൻ പോവുക. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a0 തന്നെ, a2 നമുക്ക് എന്താ കിട്ടിയത്? a2 നമുക്ക് എന്താ കിട്ടും? നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. സോ a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് a0 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നമ്മൾ a2 എന്താ കിട്ടിയത്? മൈനസ് ഒമേഗ സ്ക്വയർ a0 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ അല്ലേ? സോ മൈനസ് a0 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. സോ ആക്ച്വലി നമ്മൾ ഇത് കിട്ടിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അല്ലേ? ഒമേഗ റേസ് ടു 2 തന്നെ വരിക. ഓക്കെ, ഒമേഗ റേസ് ടു 2 തന്നെ വരിക കേട്ടോ, എന്നാലേ നമുക്ക് ഇവിടെ കറക്റ്റ് വരുള്ളൂ. ഓക്കെ, ഒമേഗ റേസ് ടു 2 തന്നെ വരിക. ഓക്കെ, സോ a2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, നൗ a4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a4 എന്തായിരുന്നു? ഒമേഗ റേസ് ടു 4 ഇൻറ്റു a0 ബൈ 4 ഫാക്ടോറിയൽ. സോ a0 ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു 4. ഓക്കെ, ആ രീതിയിലാണ് പൊക്കോണ്ട്. പിന്നെ 6ൻ്റെ എഴുതുകയാണെങ്കിൽ എന്ത് വരും? a0 ഒമേഗ റേസ് ടു 6 എക്സ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നൗ വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നൗ നമുക്ക് ഇതിന്ന് a0 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു a0 ഇൻറ്റു 1 മൈനസ് a0 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. ഒമേഗ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഒമേഗ എക്സ് ഹോൾ റേസ് ടു 4 divided by 4 factorial minus omega x raised to 6
divided by 6 factorial plus etc. ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. Now ആ രീതിയിലാണ് എന്ത് പോകുന്നത്, നമ്മുടെ സൊല്യൂഷൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എവിടേക്കാ പോകുന്നത് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം ഇവിടെ എന്തുള്ളൂ, നമ്മളിവിടെ ഈവൻ ടേംസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നൗ ഈ എക്സ്പാൻഷൻ നോക്കി, ഈ ബ്രാക്കറ്റിലുള്ള സാധനം നോക്കുക. ബ്രാക്കറ്റിലുള്ള സാധനം ആക്ച്വലി എന്താണ്, 1 മൈനസ് ഒമേഗ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇപ്പോൾ ഒമേഗ എക്സിന് ടി കൊടുക്കുകയാണെങ്കിൽ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, ടി റേസ് ബൈ 4 ഫാക്ടോറിയൽ, ടി റേസ് 6 ബൈ 6 ഫാക്ടോറിയൽ, ആ രീതിയിലാണ് പോകുന്നത്. സോ ഈ ബ്രാക്കറ്റിലുള്ള സാധനം ആക്ച്വലി എന്താണ്, ദിസ് ഈസ് ദി എക്സ്പാൻഷൻ ഫോർ കോസ് ഒമേഗ എക്സ്. കോസിന്റെ എക്സ്പാൻഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ബ്രാക്കറ്റിൽ എടുക്കുന്നത്. ഓക്കെ, കോസിന്റെ എക്സ്പാൻഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ബ്രാക്കറ്റിൽ എടുക്കുന്നത്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, y of x is equal to raise 0 പുറത്തുണ്ട്, which is cos omega x. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, നമുക്കറിയാം ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സൊല്യൂഷൻ കോസും സൈനും ആണ് വരിക. നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഫസ്റ്റത്തെ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, നമുക്ക് സിമിലർ ആയിട്ട് നമ്മളിവിടെ s ഈക്വൽ ടു 0 ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത്. സിമിലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, s ഈസ് ഈക്വൽ ടു 1 നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, s ഈസ് ഈക്വൽ ടു 1 നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, s ഈസ് ഈക്വൽ ടു 1 സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ റെക്കറൻസിലേഷൻ വരും. റെക്കറൻസിലേഷൻ അവിടെ ഇതാണ് നമ്മുടെ റെക്കറൻസിലേഷൻ അല്ലേ. സോ ഇതിൽ എന്ത് ചെയ്യുക, s ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. s ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ വരും aj plus 2 is equal to വരും മൈനസ് ഒമേഗ സ്ക്വയർ aj ഡിവൈഡഡ് ബൈ s is equal to 1 കൊടുക്കണം. s equal to 1 കൊടുക്കുമ്പോൾ j plus 1 plus 2 j plus 3 വരും, അപ്പോൾ j plus 4 വരും അല്ലേ, അല്ല j plus 3 വരും, അതേപോലെ j plus 2 വരും അല്ലേ, j plus 3 വരും, j plus 2 വരും അല്ലേ. 1 അല്ലേ കൊടുക്കണം നമ്മള്. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 1 2 വരും, 1 plus 2 3 വരും. ഓക്കെ, സോ j plus 2 j plus 3 വരും. സോ j plus 2 into j plus 3 വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് നമ്മുടെ റെക്കറൻസിലേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. j plus 2 കിട്ടും, അതേപോലെ തന്നെ j plus 3 കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ റെക്കറൻസിലേഷൻ കിട്ടും. നമുക്ക് നേരത്തെ പോലെ ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം. നമുക്ക് ഓട് എന്തായാലും 0 ആണ്, അതായത് a1 a3 a5 ഒക്കെ എന്തായിട്ട് പോകും 0, കാരണം a1 0 ആണെങ്കിൽ ബാക്കിയൊക്കെ എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും. സോ നമുക്ക് ഈവൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം j is equal to 0 കൊടുക്കാം. j is equal to 0 കൊടുക്കുമ്പോൾ a2 കിട്ടും. a2 is equal to minus omega square a0 divided by j is equal to 0 കൊടുക്കുമ്പോൾ 2 into 3 കിട്ടും അല്ലേ. It will be 2 into 3 കിട്ടും നമുക്ക്. ഓക്കെ, സോ which will be equal to minus omega square a0 by 2 into 3 പറഞ്ഞു കഴിഞ്ഞാൽ it is 3 factorial. ഓക്കെ, now put j is equal to 1 കൊടുത്താൽ കിട്ടും a3 കിട്ടും. a3 എന്താണ് 0 ആണ്. സോ j is equal to 2 കൊടുക്കാം നമുക്ക്. j is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, a4 കിട്ടും. a4ഉം ഇവിടെ a2 വരില്ലേ. സോ മൈനസ് ഒമേഗ സ്ക്വയർ a2 ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ 2 plus 2 4, 2 plus 3 5 വരും. ഓക്കെ, 2 plus 3 5 വരും. which will be equal to minus omega square divided by 4 into 5 into a2 വരെ എന്ത് ചെയ്യാം, എന്ത് കൊടുക്കുക. സോ മൈനസ് ഒമേഗ സ്ക്വയർ a0 by 3 factorial പറഞ്ഞു കഴിഞ്ഞാൽ 3 into 2. ഓക്കെ, മൈനസും പ്ലസ് ആയിട്ട് പോകും. സോ which will be equal to മൈനസും പ്ലസ് ആയിട്ട് പോകും. സോ which will be equal to omega square raised to 4 ആയി. Now a0 ഉണ്ട്, omega raised to 4 a0 divided by 5 into 4 into 3 into 2, that is 5 factorial. Okay, now similarly j is equal to 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, a6 നമുക്ക് കിട്ടും. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഒമേഗ റേസ് ടു 6 ഡിവൈഡഡ് ബൈ a0 ഡിവൈഡഡ് ബൈ minus omega raised to 6 divided by 7 factorial വരും, ഓക്കെ. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ഒബ്റ്റെയിൻ ചെയ്യുക, നമുക്ക് കിട്ടുന്നത് ആൻഡ് സോ ഓൺ. ഓക്കെ, ആൻഡ് സോ ഓൺ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ബാക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സൊല്യൂഷനിൽ തിരിച്ചിട്ട് കൊടുക്കാം. സോ y of x is equal to
y of x is equal to എന്താണ് a0 into x raised to s plus a0 x a1 x raised to s plus 1 a2 x raised to s plus 2 plus etc. ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, now s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ a0 x plus a1 a3 നോക്കണ്ട. now a2 x raised to s അല്ല etc. x raised to s plus 2 പറയുമ്പോൾ 1 ആണല്ലോ അല്ലേ. x ക്യൂബ്, ഓക്കെ, x ക്യൂബ് വന്നു പ്ലസ് a raised to 4 plus 1 5 വന്നു പ്ലസ് എക്സെട്ര. ഓക്കെ, അങ്ങനെ അത് പൊക്കോണ്ടിരിക്കും. നൗ നമുക്ക് എന്ത് ചെയ്യാം, a0 എക്സിന് പ്രത്യേക സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ല, പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, a2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ലേ, a2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. സോ ഇറ്റ് വിൽ ബി മൈനസ് omega square a0 divided by 3 factorial into x cube. Now a4 ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് omega raised to 4 a0 by 5 factorial x raised to 5 നമുക്ക് ഒരു ടേം കൂടി കൊടുക്കണം. ഒരു ടേം കൂടി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് ഇത്രയും കൊടുക്കാം. മൈനസ് എക്സെട്ര വരും. ഓക്കെ, നൗ നമുക്ക് ഇതിനൊന്നും നമുക്ക് ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റുമല്ലോ. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്ന് ഒരു a0 by ഒമേഗനെ നമുക്ക് പുറത്ത് കൊടുക്കാം. ഓക്കെ, ഒരു a0 ഡിവൈഡഡ് ബൈ ഒമേഗനെ നമുക്ക് പുറത്ത് കൊടുക്കാം. ഓക്കെ, സോ a0 by ഒമേഗനെ പുറത്ത് കൊടുക്കുമ്പോൾ ഇതിൽ എന്ത് വരും, ഇവിടെ ഒമേഗ ഇല്ല, ഇവിടെ ഒമേഗ ഇല്ലാത്ത കാരണം മുകളിൽ ഒമേഗ വരും. സോ ഒമേഗ എക്സ് വരും മൈനസ് ഇതിൽ ഒരു ഒമേഗ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒമേഗയും പോയി ഒരു എക്സും പോയി. ഓക്കെ, ഒമേഗയും പോയി എക്സും പോയി. നമ്മൾ ഡിനോമിനേറ്ററിനാണ് ഒമേഗ പുറത്ത് കൊടുത്തത്. സോ ഡിനോമിനേറ്റർ ഒമേഗ പുറത്ത് കൊടുക്കുമ്പോൾ അതിന് കോമ്പൻസേറ്റ് ന്യൂമറേറ്ററിൽ ഒരു ഒമേഗ വരുന്നത് അല്ലേ. സോ ന്യൂമറേറ്ററിൽ ഒരു ഒമേഗ വരുമ്പോൾ ഒമേഗ ക്യൂബ് വരും അല്ലേ. സോ ഒമേഗ ക്യൂബ് a0 നമ്മൾ പുറത്ത് കൊടുത്തു, പിന്നെ ഒരു എക്സ് ക്യൂബ് ഉണ്ട് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ എന്ത് വരും, ഇവിടെ നമ്മൾ താഴ്ത്തുന്ന ഒമേഗ പുറത്ത്, ഡിനോമിനേറ്റർ ഒമേഗ പുറത്ത് കൊടുത്തു. സോ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ മുകളിൽ ഒമേഗ വരും. സോ ഒമേഗ റേസ് ടു 5 a0 പുറത്തേക്ക് വന്നു, പിന്നെ ഒരു എക്സ് റേസ് ടു 5 ഉണ്ട്, പിന്നെ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഓക്കെ, അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇത് വരും a0 by omega into omega x minus omega x the whole cube divided by 3 factorial plus omega x all raised to 5 divided by 5 factorial minus etc. ഈ രീതിയിലാണ് പോവുക. ഓക്കെ, now again നമുക്ക് നോക്കാം, നമുക്ക് ഈ ബ്രാക്കറ്റിലെ ടേംസ് നോക്കാം. ബ്രാക്കറ്റിലെ ടേം എന്താണ്, this is the expansion of sin omega x. sin omega x ന്റെ എക്സ്പാൻഷൻ ആണ് അത് എടുക്കുന്നത്. സോ therefore നമുക്ക് കിട്ടും y of x is equal to a0 by omega into sin omega x sin omega x കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡീഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് രണ്ട് കണ്ടീഷൻ വന്നു. ഒന്നെങ്കിൽ s is equal to 0 ആയി വന്നു, അതേപോലെ തന്നെ s is equal to 1 വന്നു. s is equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോസ് ടേം കിട്ടും. അതേപോലെ തന്നെ s is equal to 1 കൊടുക്കുമ്പോൾ കിട്ടും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സൈൻ ടേം കിട്ടി. നമുക്കറിയാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് വരുന്നത് സൈനും കോസും വരിക. സോ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രോബീനിയസ് മെത്തേഡിന്റെ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് അതിന്റെ മെത്തേഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓർഡിനറി ചെയ്ത പോലെ തന്നെ നമ്മൾ ജസ്റ്റ് y is equal to 1 സൊല്യൂഷൻ ഉണ്ടാക്കുക, തിരിച്ച് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഡീഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അത് മാത്രമാണ് ഇതിൽ ഡിഫറൻറ്റ് വരുന്നത്. നമ്മൾ ഇൻഡീഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻ കാണുക, അതിന്റെ സൊല്യൂഷന്റെ ബേസിൽ എന്ത് ചെയ്യുക, റെക്കറൻസ് റിലേഷൻസ് ഡെവലപ്പ് ചെയ്യുക, ഓരോ ടേംസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, സൊല്യൂഷൻ കാണുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so this is how
a Frobenius method works. ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, Frobenius method വർക്ക് ചെയ്യുക. ഓക്കെ, നൗ ഇതിന് നമുക്ക് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് എക്സാമ്പിൾ ആയിരുന്നു അല്ലേ. ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ എന്താണ്, സ്ട്രേറ്റ് ഫോർവേഡ് എക്സാമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്കൊന്ന് കാണാം, ഫ്രോബീനിയസ് മെത്തേഡ് വെച്ച് കാണാം. ബെസൽ ഇക്വേഷൻ ഇതിനാണ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രോബീനിയസ് മെത്തേഡിന്റെ എന്താ പറയുക ലിമിറ്റേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടി നമ്മൾ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതും കൂടി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ബെസൽ ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്തായിരുന്നു, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതാണ് നമ്മളെ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നൗ നമുക്ക് നമ്മൾ സീരീസ് സൊല്യൂഷൻ എടുക്കാം. സീരീസ് സൊല്യൂഷൻ എന്തായിരുന്നു, y of x is equal to x raised to s അല്ല നമ്മൾ കൊടുത്ത x raised to s a0 plus a1x plus a2x square plus x square etc. ഓക്കെ, സോ നമുക്ക് അതിനെ സീരീസ് ആയിട്ട് നമ്മൾ എഴുതി, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടാണ് എഴുതി പോകുന്നത്. സോ സമ്മേഷൻ j is equal to 0 to infinity, j is equal to 0 to infinity aj x raised to s plus j കൊടുത്തു. നമുക്ക് ഇതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആവശ്യമുണ്ട്. സോ നമുക്ക് dy by dx കാണാം. dy by dx കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാണാം. എന്ത് വരും, സമ്മേഷൻ s plus j into x raised to s plus j minus 1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് d square y by dx square, d square y by dx square വരും. സമ്മേഷൻ j is equal to 0 to infinity s plus j into s plus j minus 1 into x raised to s plus j minus 2. Okay, so ഇതാണ് ഇത് വരുന്നത് നമ്മളെ equations വരുന്നത്. Now let this be equation number 1 and this whole be equation number 2. ഇത് മൊത്തം equation number 2 ആണ് വിചാരിക്കുക. Now equation 2 നെ എടുത്തിട്ട് equation 1 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. equation 2 നെ എടുത്തിട്ട് equation 1 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ വരില്ലേ. സോ x square into summation x square into summation j is equal to 0 to infinity second വരുമ്പോൾ ഇത് വരില്ലേ. സോ into s plus j into s plus j minus 1 into x raised to s plus j minus 2. Okay, plus x into summation j is equal to 0 to infinity s plus j into s plus j into x raised to s plus j minus 1 plus j minus 1 plus x square minus n square into y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. സോ summation over j aj x raised to s plus j is equal to 0. aj x raised to s plus j is equal to 0 ആണ്. ഓക്കെ, നൗ ഈ x സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, x raised to minus 2 പോകും. അതേപോലെ തന്നെ x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, എന്താ പറയാ, ഈ മൈനസ് 1 പോകും അല്ലേ. സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും, summation j is equal to 0 to infinity s plus j into s plus j minus 1 into x raised to s plus j plus summation j is equal to 0 to infinity s plus j into x raised to s plus j plus x square minus n square അവിടെ വലിയ മാറ്റമൊന്നും വരില്ല. aj x raised to s plus j is equal to 0. Okay, aj x raised to s plus j is equal to 0. Okay, now നമുക്ക് ഇൻഡിഷ്യൽ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇൻഡിഷ്യൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് ലോവസ്റ്റ് പവർ ഓഫ് എക്സിനെ നമ്മൾ കൊടുക്കുക, നമ്മൾ 0 കൊടുത്തത്. ഇവിടെ ലോവസ്റ്റ് പവർ ഓഫ് എക്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് മതി, നമുക്ക് j is equal to 0 കൊടുത്താൽ മതി അല്ലേ. ഇവിടെ ലോവസ്റ്റ് പവർ കിട്ടണമെങ്കിൽ എന്ത് മതി, നമുക്ക് ലോവസ്റ്റ് പവർ ഓഫ് എക്സ് കിട്ടണമെങ്കിൽ j is equal to 0 കൊടുത്താൽ മതി. സോ
സോ ഇവിടെ സെക്കൻഡ്. സോ ലോവസ്റ്റ് പവർ ഓഫ് ജെ കിട്ടണമെങ്കിൽ ജെ ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് കിട്ടണമെങ്കിൽ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, ജെ ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ലോവസ്റ്റ് പവർ ഇവിടെ എക്സ് റേസ് ടു എക്സ് വരും, ഇവിടെയും എക്സ് റേസ് ടു എക്സ് വരും, ഇവിടെയും എക്സ് റേസ് ടു എസ് വരും. ഓക്കെ, സോ മൂന്നിലും എക്സ് റേസ് ടു എസ് ആണ് എന്ത് വരിക, നമ്മളെ ലോവസ്റ്റ് പവർ വരിക. സോ നമുക്ക് എന്ത് കിട്ടും, ലോവസ്റ്റ് പവറിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ജെക്ക് 0 കൊടുക്കുക. ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എസ് വരില്ലേ. സോ എസ് ഇൻറ്റു ജെക്ക് 0 കൊടുത്തു എസ് മൈനസ് 1, എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എസ് ഇൻറ്റു എക്സ് റേസ് ടു എസ് പ്ലസ് ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഏജയും കൂടി ഉണ്ടായിരുന്നില്ലേ, ഇതൊരു ഏജ ഉണ്ട്, ഇവിടെ ഒരു ഏജ ഉണ്ട്. ഓക്കെ, സോ ഈ ടേമിലും ഒരു ഏജ് കയറി വരും, ഈ ടേമിൽ ഒരു ഏജ് കയറി വരും. സോ അഗെയിൻ ഇവിടെ ഒരു ഏജ് ഉണ്ട്, അവിടെ ഓൾറെഡി ഏജ് ഉണ്ട്, ഇവിടെ ഒരു ഏജ് ഉണ്ട് കേട്ടോ. സോ എക്സ് റേസ് ടു എസ് കൊടുക്കുമ്പോൾ ജെക്ക് 0 കൊടുക്കുമ്പോൾ ഒരു A0 വരും. ഓക്കെ, സെക്കൻഡ് ടേമിലും ഒരു A0 ഉണ്ട്, എസിന് 0 കൊടുക്കുമ്പോൾ എസ് വരും. ഓക്കെ, വേറെ ടേം ചെയ്തോ. പിന്നെ ഇവിടെ എക്സ് റേസ് എസ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. നമ്മൾ ജെക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ A0 വന്നു, ഇവിടെയും എക്സ് റേസ് എസ് വരും, ഈക്വൽ ടു 0 വരും. ഓക്കെ, നൗ എക്സ് റേസ് എസിന്റെ കോഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക. സോ എന്ത് വരും, എക്സ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ A0 ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 1, അതിൽ ഫസ്റ്റ് ഇതിൽ വരുന്നത് A0 ഇൻറ്റു എസ് മൈനസ് 1 പ്ലസ് A0 എസ് ആണ് സെക്കൻഡിൽ വരുന്നത്, തേർഡിൽ വരുന്നത് A0 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0. നൗ എസ് അല്ല A0 കോമൺ അല്ലേ, സോ A0 കോമൺ ആണ്. സോ എക്സ് സ്ക്വയർ നൗ അല്ല, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ആക്ച്വലി അല്ലേ. അതായത് ഈ ടേം നോക്കുക. ഓക്കെ, ഈ ടേം നമുക്ക് നോക്കാം. ഈ ടേം നോക്കുകയാണെങ്കിൽ ആ ടേം നമുക്ക് ഇവിടെ മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു എ ജെ എക്സ് റേസ് ടു എസ് പ്ലസ് ജെ ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എ ജെ എക്സ് റേസ് ടു എസ് പ്ലസ് ജെ, അതായത് ടു അതിൻ്റെ കൂടെ കൂടില്ലേ, എസ് പ്ലസ് ജെ പ്ലസ് 2 മൈനസ് എൻ സ്ക്വയർ എ ജെ എക്സിൻ്റെ എസ് പ്ലസ് ജെ ആണ് വരിക. ഓക്കെ, നോ ഇതിന്റെ ലോവസ്റ്റ് പവർ വരുമ്പോൾ ജെ ഇസ് ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരിക, എക്സ് റേസ് ടു എസ് പ്ലസ് 2 ആണ് വരിക. ഇവിടെയാണ് എന്ത് വരിക, എക്സ് റേസ് ടു എസ് പ്ലസ് ജെ എക്സ് റേസ് എസ് വരിക അല്ലേ. സോ നമുക്ക് ഈ എക്സിന്റെ പവർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഈ ടേം എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് മതി, ഈ മൈനസ് എൻ സ്ക്വയർ മാത്രം മതി. സോ നമുക്ക് എന്ത് കാര്യമില്ല, ഈ എക്സ് സ്ക്വയർ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, എക്സ് സ്ക്വയർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എക്സ് സ്ക്വയർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം അത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ലോവസ്റ്റ് പവർ എന്ത് വരിക, എക്സ് റേസ് ടു എസ് പ്ലസ് 2 ആണ് വരിക. ഓക്കെ, നമുക്ക് വേണ്ടത് നമുക്ക് എക്സ് റേസ് ടു എസ് ആയിരുന്നു നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് കാര്യമില്ല, ആ എക്സ് സ്ക്വയറിനെ അവിടെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ നമുക്ക് എഴുതാം, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ഇതിൽ A0 കോമൺ ഔട്ട് സൈഡ് എടുക്കാം. സോ A0 ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 1, എസ് ഇൻറ്റു എസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ എസ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് എസ് മൈനസ് എൻ സ്ക്വയർ. ഓക്കെ, സോ മൈനസ് എസും പ്ലസ് എസും പോയി, കാരണം ഇവിടെ മൈനസ് എസ് വരും, ഇവിടെ പ്ലസ് എസ് വരും കേട്ടോ. സോ ഇസ് ഈക്വൽ ടു 0. സോ A0 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. എസ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ വരും, എന്ത് വരും, 0 വരും. ഓക്കെ, സോ എസിന്റെ എന്ത് വരും, ഇതിലെന്തായാലും A0 0 അല്ല, കാരണം ലീഡിങ് കോഎഫിഷ്യന്റ് ആണ്. സോ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ വരും, ഓർ എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, പ്ലസ് ഓർ മൈനസ് എൻ വരും. ഓക്കെ, സോ
സോ ഇതാണ് നമുക്ക് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇനീഷ്യൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഇക്വേഷൻ. ആ ഇനീഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എസിന്റെ വാല്യൂ എന്ത് കിട്ടി? എസിന്റെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ മൈനസ് n ആയിട്ട് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് n ആയിട്ട് കിട്ടി. നൗ നമുക്ക് റെക്കറൻസ് റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. റെക്കറൻസ് റിലേഷനിൽ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എടുത്തിരുന്നത്? നമ്മൾ എക്സ് റേസ് ടു എസ് പ്ലസ് വണ്ണിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു എസ് പ്ലസ് വൺ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു എസ് പ്ലസ് വണ്ണിന്റെ എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് പ്ലസ് വണ്ണിന്റെ ആണോ? എക്സ് പ്ലസ് വണ്ണിന്റെ ചെയ്യുന്നത് അത് തന്നെയല്ല, നമ്മൾ വണ്ണിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ആക്ച്വലി. സോ എക്സ് പ്ലസ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാൻ മീൻസ് ഇതിൽ എന്ത് ചെയ്യാം? ജെ ഇസ് ഈക്വൽ ടു 1 കൊടുക്കാം. ഓക്കെ, സോ ഇതിൽ എന്ത് ചെയ്യാം? നമുക്ക് ജെ ഇസ് ഈക്വൽ ടു 1 കൊടുക്കാം. ജെ ഇസ് ഈക്വൽ ടു 1 കൊടുത്ത് എന്ത് ചെയ്യാം? ഇതിൽ എക്സ് റേസ് എസ് പ്ലസ് വണ്ണിന്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യാം. എക്സ് റേസ് എസ് പ്ലസ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷനിലൂടെ സോ എക്സ് റേസ് എസ് പ്ലസ് വണ്ണിന്റെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജെക്ക് 1 അല്ല കൊടുക്കണം. സോ a1 ജെക്ക് 1 കൊടുത്തു. സോ എസ് പ്ലസ് 1 into s plus 1 minus 1, so which is s. Okay, plus second term എന്ത് വരും? j 1 കൊടുത്തു കഴിഞ്ഞാൽ s plus 1 ഇവിടെയും വരും. so a1 s plus j വന്നു കഴിഞ്ഞാൽ s plus 1 വരും. now third term നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ j 1 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 2 3 ആയിട്ട് മാറും. s plus 3 ആയിട്ട് മാറും. ഇവിടെയാണ് s plus 1 വരിക. സോ ഈ ടേം മാത്രം നോക്കിയാൽ മതി. സോ മൈനസ് n square a1 is equal to 0. Okay, minus n square a1 is equal to 0 വരും. സോ നമുക്ക് എന്ത് കിട്ടും? a1 നെ പുറത്തേക്ക് എടുക്കാം. സോ a1 നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? s square plus s ഇവിടെ എന്ത് വരും? s plus 1 ഉണ്ട്, അവിടെ മൈനസ് ഒരു n square ഉണ്ട്, is equal to 0. സോ ഇതെന്താണ്? s square plus s അതിന് 2s ആണ്. s square plus 2s plus 1 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? s plus 1 the whole square ആയിട്ട് എഴുതാം അല്ലെ? a1 into s plus 1 the whole square minus n square is equal to 0 ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇത് a square minus b square ഫോർമാറ്റിലാണ്. സോ a1 into a plus b into a minus b. so a plus b into a minus b. ഓക്കെ, s ന് നമുക്ക് രണ്ട് സൊല്യൂഷൻ ആണ്. ഒന്ന് പ്ലസ് n ഉണ്ട്, ഒന്ന് മൈനസ് n ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ n കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഈ ടേം 0 ആയിട്ട് പോകും അല്ലെ? ഈ ടേം 0 ആയിട്ട് പോകും. നൗ മൈനസ് n കൊടുക്കുമ്പോൾ എന്ത് വരും? അല്ല, n കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ n മൈനസ് n 0 ആയിട്ട് വരും. പക്ഷെ ബാക്കി ഇവിടെ n ഉണ്ട്, 1 ഉണ്ടായിരിക്കും. മൈനസ് n കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് n പ്ലസ് n 0 ആയിട്ട്, പക്ഷെ ഇവിടെ ബാക്കിയുടെ n ഉണ്ടായിരിക്കും. സോ ഈ ഇക്വേഷൻ 0 ആണെങ്കിൽ നമ്മൾ s ന് വാല്യൂസ് കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് കാര്യമുള്ളൂ? a1 എന്തായാലും 0 ആണ്. സോ a1 should tends to 0 ആയിരിക്കണം. സോ a1 എന്താണ് നമ്മൾ വരുന്നത്? a1 is equal to 0. x is equal to n ആണെങ്കിലും മൈനസ് n ആണെങ്കിലും നമ്മൾ s എന്താണ്? a1 എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, സോ a1 is equal to 0. സോ a1 0 ആണെങ്കിൽ a3 a5 a7 ഓൾ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, a1 a5 ഒക്കെ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, നമുക്ക് റെക്കറൻസിലേഷൻ കണ്ടുപിടിക്കാം. റെക്കറൻസിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എസ് പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എക്സ് റേസ് ടു എസ് പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യാം? നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നൗ നമുക്കത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇത് മതി. നമ്മൾ ചെയ്ത് പോയാൽ മതി. അതിന് സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല, കാരണം ഇത് വല്ലാണ്ട് നീണ്ടു പോകും. അല്ലെങ്കിൽ എഴുതാല്ലേ. സോ എന്ത് വരും? ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ ഇതിൽ എക്സ് റേസ് എസ് പ്ലസ് ജെ വരുമ്പോൾ ഇതിൽ വലിയ മാറ്റം വരുത്തണ്ട, ഇതിലും മാറ്റം വരുത്തണ്ട. എവിടെ മാത്രം മാറ്റം വരുത്തിയാൽ മതി? എക്സ് റേസ് പ്ലസ് ജെ. സത്യം പറഞ്ഞാൽ എവിടെയും മാറ്റം വരുത്തേണ്ട കാര്യമില്ല അല്ല, ഈ ടേബിൾ മാത്രം നോക്കിയാൽ മതി അല്ലേ? ഇവിടെ എസ് പ്ലസ് ജെ വരണമെങ്കിൽ എന്ത് കൊടുക്കണം? ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ടു കൊടുക്കണം. ഈ ടേമിന് ജെ ഇസ് ഈക്വൽ ജെ പ്ലസ് ടു കൊടുക്കണം. ബാക്കി ടേംസ് ഒക്കെ അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, ബാക്കി ടേംസ് ഒക്കെ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എഴുതാം. സോ എക്സ് റേസ് എസ് പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും വെച്ച് കഴിഞ്ഞാൽ
ജെ എസ് പ്ലസ് ജെയുടെ ക്വസ്റ്റൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിൽ എ ജെ വരും, പിന്നെ എസ് പ്ലസ് ജെ വരും, എസ് പ്ലസ് ജെ ഇൻറ്റു എസ് പ്ലസ് ജെ മൈനസ് വൺ വരും അല്ലെ, എസ് പ്ലസ് ജെ മൈനസ് വൺ വരും, എസ് പ്ലസ് ജെ മൈനസ് വൺ വരും, നോക്കാമല്ലോ, എസ് പ്ലസ് ജെ വരും, എക്സ് പ്ലസ് ജെ മൈനസ് വൺ വരും, ആൻഡ് ഇവിടെ എന്ത് വരും, എ ജെ വരും. ഓക്കെ, സോ എ ജെ നമ്മൾ എഴുതി അല്ലേ, എ ജെ നമ്മൾ എഴുതി, മൈനസ് സെക്കൻഡ് ടേം തീരുമാനിച്ചത് പ്ലസ് 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 സെക്കൻഡ് ടേമില് ഇതല്ലേ നോക്കണം, ഈ ടേമില് എ ജിയും എസ് പ്ലസ് ജെയും വരും അല്ലേ, എ ജെ ഇൻറ്റു എസ് പ്ലസ് ജെ വരും, എ ജെ ഇൻറ്റു എസ് പ്ലസ് ജെ വരും, എ ജെ ഇൻറ്റു എസ് പ്ലസ് ജെ വരും, ആൻഡ് തേർഡ് ടേമില് ഇവിടെ ജെ പ്ലസ് ടു വരും, സോ എ ജെ പ്ലസ് ടു വരും, സോ പ്ലസ് എ ജെ പ്ലസ് ടു വരും അല്ലെ, ഈ ടേമിലെ എക്സ് റൈസ് എസ് പ്ലസ് ജെയുടെ ക്വസ്റ്റൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എ ജെ പ്ലസ് ടു വരും. ഓക്കെ, ഇവിടെ എന്ത് വരും, ഇവിടെ മൈനസ് എൻ സ്ക്വയർ വരുള്ളൂ. ഓക്കെ, സോ അവിടെ എന്ത് വരും, മൈനസ് എൻ സ്ക്വയർ എ ജെ ഇസ് ഈക്വൽ ടു 0 കൊടുത്തു നമ്മൾ. ഓക്കെ, മൈനസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു. ഓക്കെ, സോ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ടേം നോക്കുക, ഈ ടേമിൽ എക്സ് റൈസ് ടു എസ് പ്ലസ് ജെ പ്ലസ് ടു ആണ്, എക്സ് റൈസ് ടു എസ് പ്ലസ് ജെ പ്ലസ് ടു ആണ്. സോ നമുക്ക് കിട്ടേണ്ടത് ജെ എസ് പ്ലസ് ജെ കിട്ടുന്നത്, സോ ജെക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്, ജെ പ്ലസ് ടു അല്ല ജെ മൈനസ് ടു ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ജെ മൈനസ് ടു ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്, സോ ഇവിടെ ജെ പ്ലസ് ടു അല്ല വരിക, ജെ മൈനസ് ടു വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എ ജെ ടേംസിനൊക്കെ ഒരുമിച്ച് എടുക്കാം അല്ലെ, എ ജെ ടേംസിനൊക്കെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ ജെ ഇൻറ്റു, സോ ഇവിടെ എ ജെ ഉണ്ട്, സോ എസ് പ്ലസ് ജെ ഇൻറ്റു എസ് പ്ലസ് ജെ മൈനസ് വൺ പ്ലസ് ഇവിടെ എസ് പ്ലസ് ജെ ഉണ്ട്, പ്ലസ് എസ് പ്ലസ് ജെ, പിന്നെ ഈ എ ജെയുടെ ടേംസ് ഉണ്ട് അല്ലേ, മൈനസ് എൻ സ്ക്വയർ, പിന്നെ ഈ ടേം വരും പ്ലസ് എ ജെ മൈനസ് ടു. ഓക്കെ, പ്ലസ് എ ജെ മൈനസ് ടു ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മളെ റെക്കൺസിലേഷൻ വരണമെങ്കിൽ അവിടെ എന്താ വരിക, നമ്മൾ ജെയും ജെ പ്ലസ് ടും കൂടിയിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാറ് അല്ലെ, ഇവിടെ ജെയും, പക്ഷെ ഇവിടെ വരുന്നത് ജെയും ജെ മൈനസ് ടു ആണ്. സോ റീപ്ലേസ് ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ടു, ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ടു കൊടുക്കുക. സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും, ഇവിടെ എന്ത് വരും, എ ജെ പ്ലസ് ടു വരും അല്ലേ, സോ എ ജെ പ്ലസ് ടു ഇൻറ്റു ഇവിടെ എന്ത് വരും, എസ് പ്ലസ് ജെ പ്ലസ് ടു, എസ് പ്ലസ് ജെ പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ജെ പ്ലസ് ടു ഇൻറ്റു ഇവിടെ ജെക്ക് ജെ പ്ലസ് ടു കൊടുത്തു കഴിഞ്ഞാൽ എസ് പ്ലസ് ജെ പ്ലസ് വൺ വരും, എസ് പ്ലസ് ജെ പ്ലസ് വണ് പ്ലസ് എസ് പ്ലസ് ജെ പ്ലസ് ടു മൈനസ് എൻ സ്ക്വയർ പ്ലസ് ഇവിടെ ജെ പ്ലസ് ടു കൊടുത്തു കഴിഞ്ഞാൽ ജെ വരും അല്ലേ, എ ജെ ഇസ് ഈക്വൽ ടു 0 വരും, എ ജെ ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ ജെനെ അപ്പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, എ ജെ പ്ലസ് ടു ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എസ് സ്ക്വയർ പ്ലസ് എസ് ജെ പ്ലസ് എസ് ജെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ എസ് പ്ലസ് ജെ സ്ക്വയർ പ്ലസ് ജെ, ടു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എസ് പ്ലസ് ടു ജെ പ്ലസ് ടു പ്ലസ് എസ് പ്ലസ് ജെ പ്ലസ് ടു മൈനസ് എൻ സ്ക്വയർ. എ ജെനെ പുറത്ത് മറ്റേ ബൈറ്റ് കൊണ്ടുപോയി, സോ ഇസ് ഈക്വൽ ടു മൈനസ് എ ജെ വന്നു. ഓക്കെ, ഒരേപോലുള്ള ടേംസ് നമുക്ക് ഒരുമിച്ച് എഴുതാം.
So okay, now put s is equal to n. s ന് നമ്മൾ n എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, ഈ s സ്ക്വയറും ഈ n സ്ക്വയർ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അവിടെ പ്ലസ് n സ്ക്വയർ അവിടെ മൈനസ് n സ്ക്വയർ s is equal to കൊടുക്കുകയാണെങ്കിൽ സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ ജെ പ്ലസ് ടു ഇൻറ്റു ബാക്കി എന്ത് വരിക, ഇവിടെ ഒരു എസ് ജെ എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ജെ എസ് എടുക്കുന്നുണ്ട്. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ടു എസ് മാറി നമ്മൾ എൻ ആക്കിയില്ലേ, ടു എൻ ജെ പ്ലസ് എത്ര എസ് ഉണ്ട്, 1 2 3 പിന്നെ 4. സോ 4s പറഞ്ഞ ഇവിടെ എന്നെ കൊടുക്കാം നമുക്ക്. പിന്നെ ജെ എത്ര ഉണ്ട്, ജെ സോ ഇത് പോയി ജെ എത്ര ഉണ്ട്, ജെ ഇവിടെ 1 2 3 4 ഉണ്ട് അല്ലേ. സോ 4j പിന്നെ ഒരു ജെ സ്ക്വയർ ഉണ്ട് അല്ലെ, പിന്നെ ഒരു ജെ സ്ക്വയർ കിടക്കുന്നുണ്ട്, ഇതും പോയിട്ടാ. സോ ഇതും പോയി പിന്നെ എന്തുണ്ട്, ഇവിടെ 2 പ്ലസ് 2 എടുക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 4 കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് AJ. ഓക്കെ, അതിന് നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് AJ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓൺ റീഅറേഞ്ച് ചെയ്യും, ഇതിനൊന്നും നിങ്ങൾ റീഅറേഞ്ച് ചെയ്താൽ മതി, ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഇതിലൊന്ന് കോമൺ ആയിട്ടുള്ളതിനൊക്കെ ഒന്ന് ഔട്ട് സൈഡ് എടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, AJ plus 2 will be equal to എന്ത് കിട്ടും, minus AJ divided by j plus 2 into 2n plus j plus 2. Okay, so ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് നമ്മുടെ റെക്കൺസിലേഷൻ കിട്ടും. സോ ബെസൽ ഫംഗ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ ഉള്ള എന്ത് കിട്ടിയത്, നമുക്ക് നമ്മുടെ റെക്കൺസിലേഷൻ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇതിൽ നിന്ന് ഓരോ ടേംസ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് A2 A4 ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്താൽ മതി, എന്ത് ചെയ്യാം, പുട്ട് j is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A2 is equal to minus A0 divided by 2 into 2n plus 2 കണ്ട് കിട്ടും. ഓക്കെ, minus A0 divided by 2 into 2n plus 2 കണ്ട് കിട്ടും. ഓക്കെ, j ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, സോ ഓക്കെ നൗ അല്ല, നമുക്ക് ഇതിനൊന്ന് ആക്ച്വലി നമുക്ക് ഒന്ന് മാറ്റി എഴുതണം. ആക്ച്വലി ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇതിന് നമുക്ക് which is equal to minus A0 divided by 2 outside എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 2 square into n plus 1 ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ, നമുക്ക് n ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ അറിയില്ല. n ഫാക്ടോറിയൽ is equal to n into n minus 1 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, സോ n plus 1 ഫാക്ടോറിയൽ എന്ത് വരും, സോ n plus 1 ഫാക്ടോറിയൽ എന്ത് വരും, n plus 1 ഫാക്ടോറിയൽ n plus 1 into n ഫാക്ടോറിയൽ വരും. സോ therefore n plus 1 is equal to എന്ത് വരും, n plus 1 is equal to n plus 1 factorial divided by n factorial. Okay, n plus 1 factorial divided by n factorial. So നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, A2 is equal to minus A0 divided by 2 square into n plus 1 നമുക്ക് എങ്ങനെ എഴുതാം, n plus 1 n factorial divided by n plus 1 factorial അല്ലെ. n plus 1 നമ്മൾ എഴുതി n plus 1 factorial by n factorial, n plus 1 factorial താഴത്ത് വന്നു, n factorial എന്തായി മുകളിലേക്ക് പോയി. ഓക്കെ, നൗ സിമിലർലി നമുക്ക് j is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ, കാരണം A1 A3 ഒക്കെ 0 ആണല്ലോ, j equal to 2 കൊടുത്തു കഴിഞ്ഞാൽ A4 കിട്ടും. A4 is equal to minus A0 എന്നിട്ട് minus A2 കിട്ടും, minus A2 into n factorial divided by 2 cube into n plus 2 factorial. ഓക്കെ, അത് നമുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ A6 is equal to അല്ല, അത് A2 ഇത് A0 ഫോർമാറ്റിലാണ്. സോ which is equal to അതിന്റെ A0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A0 into n factorial divided by 2 raised to 4 into 2 factorial into n plus 2 factorial. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് കിട്ടുക, നമുക്ക് കിട്ടുക. സോ A6 നമുക്ക് എന്ത് കിട്ടും, minus A0 n factorial divided by 2 raised to 6
3 ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 3 ഫാക്ടോറിയൽ. നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫോമിലേക്ക് നമുക്ക് കിട്ടും. സോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ജനറൽ a2p is equal to minus 1 raised to p minus a0 n factorial into 2 raised to 6 into 3 factorial into n plus 3 factorial. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക നമുക്ക് ജനറൽ ആയിട്ട് കിട്ടുക. ഓക്കെ, നൗ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മൾ y of x ന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ തിരിച്ച് y of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ എല്ലാ സ്റ്റെപ്പും ചെയ്യണില്ല, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ എല്ലാ സ്റ്റെപ്പും ചെയ്യണില്ല. നമ്മൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് s is equal to n ന്റെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? നമ്മളിപ്പോൾ s is equal to അല്ല, അതിപ്പോൾ നമ്മൾ റെക്കറൻസ് റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തല്ലേ? സോ റെക്കറൻസ് റിലേഷൻ അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തത്. നൗ ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാണ്? s is equal to n, j is equal to 0. ഓക്കെ, സോ നൗ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ റെക്കറൻസ് റിലേഷനെ കണ്ടുപിടിച്ചു. നമുക്ക് a1 കിട്ടി, a0 കിട്ടി, a2 കിട്ടി, a4 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് നമ്മൾ y of x ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y of x ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മൊത്തം എഴുതണില്ല, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് റിലേഷൻ മാത്രമേ ഉള്ളൂ, കാരണം ഇതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും: a0 x raised to n, അതാണ് നമ്മളെ ഫസ്റ്റ് ടേം വരിക അല്ലെ? അതാണ് നമ്മളെ ഫസ്റ്റ് ടേം വരിക, കാരണം x raised to k ഉള്ളിലേക്ക് വരുമ്പോൾ x raised to n വരും, into 1 minus n factorial x square divided by 2 square ഈ 2 എന്ത് കിട്ടി ഇവിടെ? 1 factorial എഴുതാം നമുക്ക്. 2 square into 1 factorial into n plus 1 factorial ഓക്കെ, പ്ലസ് പിന്നെ x raised to 4 ന്റെ ഇത് വരും, ഈ ടേം വന്നു. ഈ ടേം വരുമ്പോൾ ഇത് വരും, a0 പുറത്തേക്ക് പോയി, ബാക്കി n ഫാക്ടോറിയൽ. ഇപ്പോൾ അതിന്റെ കൂടെ ഒരു x raised to 4 ഉണ്ടായിരുന്നു, x raised to 4 divided by a raised to 4 അല്ലേ? 4 വരുമ്പോൾ 2 raised to 4 അല്ലേ? സോ 2 raised to 4 into 2 factorial into n plus 2 factorial minus etc. ഓക്കെ, സോ ഈ രീതിയിലാണ് പോവുക. സോ ഇതിന് സമ്മേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സമ്മേഷൻ ഫോമിൽ നമ്മൾ a0നെയും 2 raised to n-നെയും n factorial നമ്മൾ പുറത്തേക്ക് എടുക്കുക. ആൻഡ് സമ്മേഷൻ j is equal to 0 to infinity minus 1 raised to j into 1 by j factorial into n plus j factorial into x by 2 all raised to n plus 2j. ഈ രീതിയിലാണ് നമുക്ക് സമ്മേഷൻ എഴുതാം. ഓക്കെ, ഈ സമ്മേഷൻ നമ്മൾ എവിടെ കണ്ടിട്ടുള്ളതാണ്? നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷനിൽ കണ്ടിട്ടാണ്. ദിസ് ഈസ് ബെസൽ ഫംഗ്ഷൻ ഇല്ലേ? ഇത് നമ്മുടെ ബെസൽ ഫംഗ്ഷൻ എന്താണ്? jn of x ആണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക? k is equal to n ന് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് നമ്മളെ സൊല്യൂഷൻ കിട്ടുക. ഓക്കെ, നൗ ഇതെന്തിനാ സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നൗ നമുക്ക് k is equal to -1, നമുക്ക് രണ്ട് ഇൻഡിഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ അല്ലേ കിട്ടിയത്? ഒന്ന് k is equal to n ഉം അതേപോലെ തന്നെ k is equal to -n. ആ രണ്ട് സൊല്യൂഷൻ ആണ് നമ്മൾ ഇൻഡിഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇൻഡിഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? k is equal to n ഉം അതേപോലെ തന്നെ k is equal to -n കിട്ടിയത്. അതിൽ k is equal to n ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് ഇപ്പോഴത്തെ റെക്കറൻസ് റിലേഷനും അതേപോലെ തന്നെ എന്ത് കിട്ടിയത്? നമുക്കിപ്പോൾ ബെസൽ ഫംഗ്ഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, നൗ k is equal to -1 എടുക്കുമ്പോൾ അല്ലെങ്കിൽ s is equal to -1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ s is equal to n കൊടുത്ത് നമുക്ക് jn of x കിട്ടിയത്. s is equal to -n കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് j -n of x ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ -n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെക്കറൻസിലേഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള സെയിം റിലേഷന് കിട്ടും. പക്ഷെ റെക്കറൻസിലേഷന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ റെക്കറൻസിലേഷൻ നമ്മൾ റെക്കറൻസിലേഷൻ എന്ത് വരും? റെക്കറൻസിലേഷൻ 2n ന്റെ പകരം എന്ത് വരും? 2n ന്റെ പകരം നമുക്ക് കിട്ടുക
-2n കിട്ടുക. സോ എന്നിന്റെ പകരം നമ്മൾ -n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 2n പകരം റെക്കൺസിലേഷൻ നമുക്ക് എന്താ കിട്ടുക? -2n കിട്ടുക. ഓക്കെ, സോ -2n കിട്ടും. സോ -2n കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആകെ പ്രശ്നങ്ങളായിട്ട് മാറും. ഓക്കെ, -2n കിട്ടിക്കഴിഞ്ഞാൽ aj+2ന്റെ കോഎഫിഷ്യന്റ് ചെയ്യും ആകെ ബ്ലോസ് ചെയ്യും, അത് ടെൻസ് ടു ഇൻഫിനിറ്റി പോകും, അത് ആകെ പ്രശ്നമായിട്ട് മാറും. സോ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അത് ടേൺസ് ബാക്സ് ടു എവിടെ എത്തും? തിരിച്ചു കൊണ്ടും അത് വീണ്ടും jn(x)ലേക്ക് തന്നെ തിരിച്ചെത്തും ആ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ s is equal to -n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെക്കൺസിലേഷന് മാറ്റം വരില്ല, ആകെ 2n എന്തായിട്ട് മാറും? -2n ആയിട്ട് മാറുക. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് n(x) കിട്ടുന്നതിന് പകരം നമുക്ക് എന്താ കിട്ടുക? തിരിച്ചു കൊണ്ട് നമുക്ക് jn(x) തന്നെ കിട്ടും. കാരണം നമുക്ക് അറിയാവുന്ന റിലേഷൻ ആണ് j -n(x) is equal to -1n jn(x) ആണ് നമുക്കറിയാം. സോ jn(x)നും j -n(x)നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ j -n(x) കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് എവിടേക്കാണ് കിട്ടുക? നമ്മൾ jn(x) കിട്ടുക. ഓക്കെ, അപ്പോ പ്രശ്നം ഇതാണ്, നമുക്ക് രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻ കിട്ടുന്നതിന് പകരം നമ്മൾ നേരത്തെ ഡിഫറൻസ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് രണ്ട് ഡിഫറെന്റ് ഇക്വേഷൻസ് കിട്ടി അല്ലെ? നമ്മൾ രണ്ട് ഇൻഡിഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് രണ്ട് ഡിഫറെന്റ് ഇക്വേഷൻസ് കിട്ടിയത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അതേ jn(x) തന്നെ കിട്ടും. അതായത് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല? j -n(x) നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് സെക്കൻഡ് സൊല്യൂഷൻ സിംപ്ലി റീപ്രൊഡ്യൂസസ് ദ ഫസ്റ്റ്. സെക്കൻഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഫസ്റ്റ് സൊല്യൂഷനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുള്ളൂ. നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു സെക്കൻഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഫ്രോബീനിയസ് മെത്തേഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ചില ഇതിൽ എന്ത് കിട്ടില്ല? നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ നോക്കില്ല, ഒരു സൊല്യൂഷൻ നമുക്ക് മര്യാദക്ക് കിട്ടും, പക്ഷെ എന്ത് ചെയ്യില്ല? നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ മര്യാദക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് ഈ ഒരു പ്രശ്നം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളിപ്പോ ബെസൽ ഫംഗ്ഷൻ നമ്മളിപ്പോ സോൾവ് ചെയ്ത് നോക്കിയത്. ഓക്കെ, സോ ബെസൽ ഫംഗ്ഷൻ ജസ്റ്റ് നോക്കുക, നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ സോൾവ് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന മാത്രമേ ചെയ്യാത്തുള്ളൂ. ഹാർമോണിക് ഓസിലേറ്റർ മര്യാദക്ക് നോക്കുക, ബെസൽ ഫംഗ്ഷൻ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് സോൾവ് ചെയ്തത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഫ്രോബീനിയസ് മെത്തേഡ് ചെയ്യുക. സോ ഇതാണ് ഫ്രോബീനിയസ് മെത്തേഡിന്റെ പ്രശ്നം വരുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് ഇനി സെക്കൻഡ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാം? അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.